പ്രശസ്ത സുവിശേഷികയും ലേഖികയുമായ സിസ്റ്റർ ഷീലാദാസിന് തുലിക ടിവിയുടെ ഫേസ് ടു ഫേസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സിസ്റ്റർ ഷീല, ക്രൈസ്തവ വനിതകളുടെ ഇടയിൽ സിസ്റ്ററിനെ കുറിച്ച് ഒരു അഗ്നിനാവായിട്ടാണ് അറിയപ്പെടുന്നത്. ഈ എൻട്രിയിലേക്ക് സിസ്റ്റർ എങ്ങനെയാണ് വന്നത്? അതിൻ്റെ പിൻപിൽ പല കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് എൻ്റെ മാതാപിതാക്കൾ എന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം ചില വർഷങ്ങൾ പ്രാർത്ഥനാമുറിയിൽ അനുഭവിച്ച ദൈവിക സാന്നിധ്യവും ദൈവവുമായുള്ള ഒരു ആഴമേറിയ ബന്ധവും കടന്നു വന്നപ്പോഴാണ് ആ ശുശ്രൂഷയിലേക്ക് എനിക്ക് കടന്നു വരുവാനിടയായത്. എന്നാൽ ദൈവം എന്നെ ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവന്നപ്പോൾ എന്നോട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഒരു കഴിവുമില്ലാത്ത നിന്നെ ഞാൻ ഉപയോഗിച്ചാൽ അതിൻ്റെ മുഴുവൻ മഹത്വം എനിക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അവൻ പറഞ്ഞ വാക്കിൽ അവൻ ഇന്നും വിശ്വസ്തനായിരിക്കുന്നതുകൊണ്ട് എനിക്ക് പ്രശംസിക്കാനൊന്നുമില്ല. പക്ഷേ എന്നെ അഗ്നിനാവെന്നറിയപ്പെടുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ കരുണയെന്ന് മാത്രമാണ്. ഒരു വാഗ്മിയും എഴുത്തുകാരിയും എന്ന നിലയിൽ സിസ്റ്റർ ഷീലയുടെ വളർച്ചയുടെ പിന്നിൽ ഏതെങ്കിലും സംഘടനകൾ സിസ്റ്ററിനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടോ? ഞാനൊരു സംഘടനയിലെ അംഗമാണെങ്കിലും ഒരു സംഘടനകളും എൻ്റെ ആത്മീയ ശുശ്രൂഷ എന്നെ വേണ്ടതുപോലെ വളർത്തിയിട്ടില്ല. എന്നാൽ എന്നെ വളർത്തുവാൻ ദൈവം ഉപയോഗിച്ച ഒരു ദൈവമനുഷ്യനാണ് തിരുവല്ലായിൽ താമസിക്കുന്ന ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ചിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന പാസ്റ്റർ തോമസ് ഫിലിപ്പ് അവർ. അദ്ദേഹമാണ് എന്നെ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരികയും എന്നെ ഇന്നുവരെയും വളർത്തുകയും ചെയ്തു. അതുകൊണ്ട് ഒരു സംഘടനകൾക്കും അതിൻ്റെ പ്രശംസിപ്പാനില്ല. എന്നാൽ ദൈവം ഉപയോഗിപ്പാൻ തീരുമാനിച്ചതുകൊണ്ട് അദ്ദേഹത്തെ ദൈവം കരങ്ങളിലെടുത്തു. വ്യക്തിപരമായി സ്വാധീനിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത അനേക ദൈവദാസിദാസന്മാരുണ്ട്. അവരെ ഞാൻ ഈ തരുണത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. എന്നാൽ ഒരു പ്രത്യേക സംഘടനകളും എൻ്റെ ആത്മീയ ശുശ്രൂഷയിൽ എന്നെ കൊണ്ടുവരുവാൻ കൈത്താങ്ങൽ തരുവാൻ തയ്യാറായിട്ടില്ല. കേരളത്തിൽ പൊതുവെ ക്രൈസ്തവ വനിതകൾക്ക് ശുശ്രൂഷയ്ക്ക് സ്വാതന്ത്ര്യക്കുറവുണ്ട്. ഇത്തരണത്തിൽ സിസ്റ്റർ ഷീലയ്ക്ക് എങ്ങനെ ഈ വളർച്ചയുടെ പടവുകൾ കയറാൻ കഴിഞ്ഞു? എൻ്റെ ആത്മീയ ശുശ്രൂഷയിൽ എന്നെ സപ്പോർട്ട് ചെയ്തത് കൂടുതലും എൻ്റെ കുടുംബാംഗങ്ങൾ തന്നെയാണ്. എല്ലാ പ്രതിസന്ധികളുടെയും നടുവിൽ ഞങ്ങൾ കൂടെ ഉണ്ടെന്നുള്ള അവരുടെ വാക്കുകളാണ് എനിക്ക് ആത്മധൈര്യം നൽകിയതും എന്നെ മുൻപോട്ട് ഇതുവരെയും നയിച്ചതും. പിന്നെ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരും എൻ്റെ വേദനകളുടെ നടുവിൽ എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന അനേക ദൈവമക്കൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുണ്ട്. അവരും എൻ്റെ ശുശ്രൂഷയ്ക്ക് ഇന്നും പ്രോത്സാഹനമായി നിന്നതുകൊണ്ടാണ് കേരളത്തിൽ പൊതുവെ വനിതകൾക്ക് പ്രാതിനിധ്യം കുറവുള്ള ഈ സ്ഥലത്തും ശുശ്രൂഷയിൽ നിൽപ്പാൻ ദൈവം എനിക്ക് കൃപ തരുന്നു. ക്രൈസ്തവ വനിതകളുടെ ശുശ്രൂഷയ്ക്ക് ഏറ്റവും തടസ്സമായിട്ട് നിൽക്കുന്ന സഭാ ശുശ്രൂഷകന്മാർ അല്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷകന്മാരല്ല പാസ്റ്റേഴ്സ് ആണെന്ന് പരക്കെ ഒരു പറച്ചിലുണ്ട്. ഇതിലെന്തെങ്കിലും അടിസ്ഥാനമുള്ളതായിട്ട് സിസ്റ്ററിന് ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ പറയുന്നത് പൂർണ്ണമായും ശരിയല്ല. പ്രോത്സാഹിപ്പിക്കുന്ന ദേവദാസന്മാരില്ലാതില്ല. എന്നാൽ സ്ത്രീകൾ തങ്ങളിൽ തന്നെ ഒതുങ്ങുവാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും പ്രധാനമായ കാരണം. ദൈവം അവരെ ഏൽപ്പിച്ച ഒരു ശുശ്രൂഷയെക്കുറിച്ചുള്ള അവരുടെ ബോധ്യം നഷ്ടപ്പെടുകയും അവർക്ക് വേണ്ട വിധത്തിൽ പ്രതികരിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ള ഒരു ചിന്ത മൂലം അവർ വീടുകൾക്കകത്തേക്ക് ഉൾവരികയും ചെയ്യുന്ന ഒരു അനുഭവം നമ്മുടെ ആത്മീയ ഗോളത്തിലുണ്ട്. പിന്നെ അവരെ പരസ്യമായിട്ട് ആരും സപ്പോർട്ട് ചെയ്തെന്ന് വരില്ല. പക്ഷേ അത് അവർക്ക് തിരിച്ചറിയണം. അവരുടെ ഉള്ളിൽ ദൈവം നൽകിയിരിക്കുന്ന വിളിയെക്കുറിച്ച് അവർക്ക് ബോധ്യമുണ്ടെങ്കിൽ അവർക്ക് മറ്റാരും അവരെ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും അവർക്ക് വളരാൻ സാധിക്കും. എന്നാൽ അവരെന്തു പറയും, മറ്റുള്ളവർ എന്നെ അങ്ങനെ കാണും എന്നുള്ളൊരു ചിന്തയിൽ ഉൾവരിയുന്നത് കൊണ്ട് പലപ്പോഴും സഹോദരിമാരെ ദൈവം ഏൽപ്പിച്ച ആ ശുശ്രൂഷയിലേക്ക് അവർക്ക് പുറത്തു വരാൻ കഴിയില്ല. ഇന്നും ആത്മീയമായി വളരെ ഉയർന്ന നിലവാരമുള്ള അനേക ദൈവദാസിമാർ നമ്മുടെ നടുവിലുണ്ട്. എന്നാൽ അവർക്ക് പുറത്തു വരുവാൻ ഒന്നുകിൽ അവരുടെ കുടുംബങ്ങളിലെ എന്തെങ്കിലുമൊക്കെ സ്വാതന്ത്ര്യക്കുറവായിരിക്കാം, അല്ലെങ്കിൽ അവരെ വളർത്താൻ അല്ലെ പുറത്ത് കൊണ്ടുവരുവാൻ മറ്റൊരാളില്ലാതിരുന്നിട്ടായിരിക്കാം. എന്തായിരുന്നാലും അവർക്ക് പുറത്തേക്ക് വരുവാനുള്ള ഏറ്റവും വലിയ തടസ്സം അവർ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സിസ്റ്റർ ഷീല, പക്ഷേ എൻ്റെ ഒരു നിഗമനം അല്ലെങ്കിൽ എനിക്ക് ലഭിച്ചതായ ചില കാഴ്ചപ്പാടുകൾ, അതുപോലെ തന്നെ ഞാൻ കണ്ടിട്ടുള്ള ചില പ്രത്യേക സാഹചര്യങ്ങൾ എടുത്തു പഠിക്കുമ്പോൾ ക്രൈസ്തവ വനിതകളുടെ മുന്നേറ്റത്തിന് പ്രധാനമായും തടസ്സമായി നിൽക്കുന്ന മറ്റൊരു സോഴ്സ് ഫിനാൻസ് അല്ലെങ്കിൽ സാമ്പത്തികം ആണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതായത് പ്രധാനമായിട്ടും സഹോദരിമാരൊരു മുന്നേറ്റ നിരയിലെത്തി ശുശ്രൂഷകളിൽ ശോഭിക്കണമെങ്കിൽ അതിനകത്ത് സാമ്പത്തിക ഒരു പ്രധാന ഘടകമാണെന്ന് സിസ്റ്ററിന് തോന്നിയിട്ടുണ്ടോ? ദൈവത്തിന് വേണ്ടി ഒരു വ്യക്തി പ്രയോജനപ്പെടണമെങ്കിൽ സാമ്പത്തികം ഒരു തടസ്സമല്ല. സാമ്പത്തികത്തിൻ്റെ ഭദ്രത കൊണ്ടല്ലല്ലോ നമ്മുടെ ആദ്യ പിതാക്കന്മാരോ ദൈവം ഉപയോഗിച്ച ആദ്യ കാലഘട്ടത്തിലെ അന്നമ്മ മാമൻ പോലുള്ള ദേവദാസിമാർ അവർ സാമ്പത്തികമായൊരു ഭദ്രത നോക്കി ഇറങ്ങി തിരിച്ചവരല്ല. അവർക്ക് ദൈവം കൊടുത്ത അവരുടെ ഉൾവിളി, അവർക്ക് കൊടുത്ത ദർശനം, അതുമൂലം അവർ ഇറങ്ങി തിരിച്ചപ്പോൾ അവരുടെ വഴികളിൽ വേണ്ടതെല്ലാം തക്ക സമയത്ത് നൽകി തന്ന് നടത്തിയ ഒരു ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യം അവർക്കുണ്ടായിരുന്നതുപോലെ ഇന്നും സഹോദരിമാരുടെ അകത്ത് ദൈവം ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചെങ്കിൽ അവർ സാമ്പത്തിക ഭദ്രതയല്ല നോക്കേണ്ടത്. ദൈവം അവരോട് പറഞ്ഞത് ചെയ്യാൻ അവർ കാലുകൾ വയ്ക്കുക.
നമ്മെ ഏൽപ്പിച്ച കാര്യത്തിനു വേണ്ടി നാം കാല് വയ്ക്കുമ്പോഴാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ദൈവം ചെയ്യുന്നത്. പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ വെള്ളത്തിൽ ചവിട്ടുന്നത് വരെ മേൽവെള്ളത്തിൻ്റെ ഒഴുക്ക് നിൽക്കുകയില്ല എന്ന് ദൈവവചനം പറയുന്നത് പോലെ, ദൈവം നമ്മളെ ഏൽപ്പിച്ച ഒരു ദർശനത്തിന് വേണ്ടി നാം ഒരു കാൽച്ചുവട് വയ്ക്കുന്നത് വരെ ഒരു വഴിയും തുറന്നു വരില്ല. എന്നാൽ നാം അതിനുവേണ്ടി താല്പര്യപ്പെട്ട് പ്രാർത്ഥനയോടുകൂടി ദൈവം തന്ന ദർശനത്തിന് വേണ്ടി കാൽ വയ്ക്കുമ്പോൾ അതിന് വേണ്ട സകല വഴികളെയും ഒരുക്കിത്തരാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നാം ഉയർത്താൻ പോകുന്നത്. ആ ചിന്ത സഹോദരിമാരുടെ അകത്ത് കയറിയാൽ സാമ്പത്തിക ഭദ്രതയൊന്നും അതിനുള്ള ഒരു തടസ്സമായി ഞാൻ കാണുന്നില്ല. ശുശ്രൂഷയ്ക്ക് വേണ്ടി പലയിടങ്ങളിൽ കടന്നു പോകുന്നു, പല രാജ്യങ്ങൾ സന്ദർശിക്കുന്നു. ഇതിൽ പൂർണ്ണമായിട്ടും ഇൻവോൾവായി മുഴുകി നിൽക്കുമ്പോൾ കുടുംബജീവിതത്തെ അത് ബാധിക്കുകയോ അല്ലെങ്കിൽ കുടുംബത്തിനകത്ത് എന്തെങ്കിലും പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായിട്ട് സിസ്റ്ററിൻ്റെ അഭിപ്രായത്തിൽ തോന്നിയിട്ടുണ്ടോ? ശുശ്രൂഷയിൽ രാജ്യങ്ങളിൽ സന്ദർശിക്കുകയോ ശുശ്രൂഷയിൽ തിരക്കാകുകയോ ഒന്നും ചെയ്യുന്നത് കുടുംബജീവിതത്തെ ബാധിക്കാറില്ല. ഞാനൊരു അമ്മയാണെന്നും ഞാനൊരു ഭാര്യയാണെന്നുമുള്ള ചിന്ത എൻ്റെ ഉള്ളിൽ നിന്ന് ഏത് സമയത്തും വിട്ടുകളയാൻ പാടില്ല. ഞാൻ വീട്ടിലായിരിക്കുമ്പോഴും പുറത്ത് മറ്റൊരു രാജ്യത്തായിരിക്കുമ്പോഴും എൻ്റെ പൊസിഷൻ ഞാൻ മറക്കാൻ പാടില്ല. ഒരു ഭാര്യ എന്ന നിലയിൽ എൻ്റെ ഭർത്താവിന് ഞാൻ എന്തെല്ലാം ചെയ്യണമോ അത് ഞാൻ ചെയ്യാൻ തയ്യാറായിരിക്കണം. മക്കൾക്കും അങ്ങനെ തന്നെ ഒരു അമ്മയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സ്നേഹം ഞാൻ കൊടുക്കാതെ ആത്മീയ ശുശ്രൂഷയിൽ മുൻപോട്ട് പോയതുകൊണ്ട് വലിയ പ്രയോജനമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ചെയ്യുന്ന ഒരു ശുശ്രൂഷയ്ക്ക് ദൈവം 0 ആയിരിക്കും നൽകുന്ന പ്രതിഫലം. എന്നാൽ നമ്മുടെ കുടുംബജീവിതത്തിനകത്ത് നാം വിശ്വസ്തരാകുമ്പോൾ തന്നെ കൂട്ടായ്മകളിൽ നമുക്ക് സജീവമാകുവാൻ കഴിയും. അതായിരിക്കണം ഒരു ക്രിസ്തീയ വനിതയുടെ ജീവിത ലക്ഷ്യം. കർത്താവ് ഏൽപ്പിച്ച ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ തന്നെ അതിനോടൊപ്പം തന്നെ തുല്യമായ ഒരു സ്ഥാനം വീടിനകത്ത് നമുക്കുണ്ട്. അത് രണ്ടും ഒരേപോലെ മുൻപോട്ട് കൊണ്ടുപോകുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിന് വീഴ്ച വന്നാൽ നമ്മുടെ ശുശ്രൂഷയെ അത് ബാധിക്കും. അതുകൊണ്ട് കുടുംബജീവിതവും ശുശ്രൂഷയും ഒരുപോലെ കൊണ്ടുപോകുവാൻ കഴിയുന്നതാണ് യഥാർത്ഥ ഒരു ശുശ്രൂഷ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേരളത്തിൽ 2013 കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടന്നുകൊണ്ടിരുന്നത് ക്രൈസ്തവരുടെ ഇടയിലാണ്, പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിൽ. ഈ ക്രൈസ്തവരുടെ ഇടയിൽ ഇത്രത്തോളം വിവാഹമോചനത്തിൻ്റെ കാര്യങ്ങൾ കടന്നുകൂടുവാനുണ്ടായ പ്രധാന സാഹചര്യം എന്തായിരിക്കാം? അതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് എനിക്ക് തോന്നുന്നത്, കത്തോലിക്ക സഭകൾ പോലെയുള്ള വലിയ സഭകൾ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് നടത്തുന്നുണ്ട്. അവരുടെ വിവാഹത്തിന് മുൻപ് അവർ വധുവിനെയും വരനെയും ഒരുമിച്ചിരുത്തി ക്ലാസ് എടുത്ത് ആ സർട്ടിഫിക്കറ്റ് ലഭിച്ചതിന് ശേഷം മാത്രമേ അവരുടെ വിവാഹം നടത്തി കൊടുക്കാറുള്ളൂ. അങ്ങനെയുള്ള ഒരു പദ്ധതി നമ്മുടെ നടുവിലില്ല. ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന് മുൻപ് അവരെ മാറ്റിയിരുത്തി അവർ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ഒരു ക്ലാസ് അവർക്ക് എടുക്കുകയോ അവരെങ്ങനെ മുൻപോട്ട് ജീവിക്കണമെന്നുള്ളതിനെക്കുറിച്ചൊരു പഠനമോ അവർക്ക് കൊടുക്കുന്നില്ല. അതൊരു നമ്മുടെ സഭയുടെ ഒരു തകരാറാണ്, അത് നടത്തുന്നില്ല എന്നുള്ളത്. എന്നാൽ അതിനേക്കാളധികം നമ്മുടെ വീടുകളിൽ തന്നെ കുഞ്ഞുങ്ങളെ ആ നിലയിലുള്ള പഠനങ്ങൾ പഠിപ്പിക്കുന്നില്ല. അതൊരു പ്രധാനപ്പെട്ട കാരണമായിരിക്കുമ്പോൾ തന്നെ പാശ്ചാത്യ സംസ്കാരം നമ്മുടെ കുടുംബങ്ങളുടെ അകത്തേക്കും കയറിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിൽ ആഡംബരങ്ങൾക്ക് കൂടുതൽ വില കൊടുത്ത് ലോകമോഹങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒരു സംവിധാനം നമ്മളുടെ കുടുംബങ്ങളിലും അറിയാതെ എപ്പോഴോ കടന്നുകൂടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും അവരുടെ അപ്പോഴത്തെ കാര്യങ്ങൾ അവർക്ക് ഒരുങ്ങി നടക്കുക, അവരെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇവിടെ നേടുക എന്നുള്ളതല്ലാതെ മറ്റൊരു ഭവനത്തിൽ ചെന്ന് അവിടെ എങ്ങനെ ജീവിക്കണമെന്നുള്ളതിനെക്കുറിച്ച് അവർക്കൊരു ക്ലാസ് നമ്മുടെ വീടുകളിൽ കൊടുക്കുന്നില്ല. അടുക്കളയിലെ പാചകത്തിന് അവരെ നാം പ്രേരിപ്പിക്കണം. അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ അവർ മടിക്കരുത്. ഒരു ഭർത്താവിനെ എങ്ങനെ ആണ് ഭർത്താവിനോട് ഇടപെടേണ്ടത്, ഭർത്താവിനോടുള്ള സ്നേഹം എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത്, മറ്റൊരു കുടുംബത്തിലെ അന്തരീക്ഷത്തിൽ അവരെങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും നല്ലതൊരു അമ്മയാണ്. അത് നാം പല കുഞ്ഞുങ്ങൾക്കും കൊടുക്കുന്നില്ല. നമ്മുടെ വീടിനകത്തൊരു നല്ല ക്ലാസ് നടക്കുന്നെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹമോചനത്തിൽ നിന്ന് ഒരു വലിയ പങ്ക് മാറ്റി നിർത്താൻ കഴിയും. എന്നാൽ അതിനേക്കാളധികം നമ്മുടെ സഭകളിൽ ദൈവവചനം പ്രസംഗിക്കുന്നുണ്ട്. വേദപുസ്തകത്തിലെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങളിൽ മനോഹരമായ പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഒരു കുടുംബജീവിതത്തിനകത്ത് എങ്ങനെ പെരുമാറണമെന്നുള്ള ക്ലാസ്സുകൾ കൊടുക്കാറില്ല. അതിന് അവരൊട്ട് മെനക്കെടാറുമില്ല. പ്രത്യേകിച്ചും ഈ സന്ദർഭത്തിൽ ഇൻ്റർനെറ്റ് പോലെയുള്ള പദ്ധതികൾ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും കുഞ്ഞുങ്ങൾ കൂടുതൽ സമയവും ഇൻ്റർനെറ്റിൽ അവരുടെ സമയങ്ങൾ ചിലവഴിക്കുന്നവരാണ്. അതിനകത്തൊരു കുടുംബജീവിതം എങ്ങനെ നയിക്കണമെന്ന് പറയുന്നില്ല. അവരുടെ മനസ്സിനെ ഇക്കിളിപ്പെടുത്തുന്ന ഈ തലമുറയിൽ അവർക്ക് താൽക്കാലികമായ സന്തോഷം ലഭിക്കുന്ന പല കാര്യങ്ങൾ അവർ അതിൽ കാണുന്നു.
അതിനകത്ത് മാത്രം അവർ ഉൾക്കൊണ്ടിരിക്കുകയും മറ്റുള്ള ഒരു കാര്യത്തെക്കുറിച്ചും അവർ ചിന്തിക്കാതിരിക്കുകയും ചെയ്തു. എന്നാൽ ആ സമയത്ത് അവരെ മാറ്റി നിർത്തി കുടുംബ പ്രാർത്ഥനയുടെ സമയത്തോ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് കിട്ടുന്ന സമയങ്ങളിലോ ഒരു കുടുംബത്തെക്കുറിച്ചുള്ള ചിന്ത അവരുടെ അകത്ത് കയറിയാൽ അവർ ഒരിക്കലും ഒരു വിവാഹമോചനത്തിലേക്ക് പോകുവാൻ താല്പര്യപ്പെടില്ല. ഒന്ന്. രണ്ടാമതായി, അതിനേക്കാൾ പ്രധാനമായ ഒരു കാര്യം, ചെല്ലുന്ന വീട്ടിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഈ കുഞ്ഞുങ്ങളിൽ ഒരു മാറ്റം വരുത്താൻ അവർ തന്നെ തയ്യാറാണ്. ഇപ്പോഴാരും കുഞ്ഞുങ്ങളെ വീട്ടിൽ വഴക്ക് പറയാറില്ല, ആരും ശാസിക്കാറില്ല. അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് പെട്ടെന്ന് മറ്റൊരു ഭവനത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാകുന്ന നിസ്സാരമായ ഒരു കാരണം പോലും അവരുടെ മനസ്സിനെ വല്ലാതെ ഫീൽ ചെയ്യിക്കും. വഴക്ക് പറയുന്നത് തെറ്റാണെന്നുള്ള ഒരു പാശ്ചാത്യ ചിന്ത നമ്മുടെ ഇടയിലും കടന്നു വന്നതുകൊണ്ട് ഇന്നത്തെ കുഞ്ഞുങ്ങളെ ശിക്ഷ കുറവായതുകൊണ്ട് അവർക്ക് മറ്റൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാനുള്ള ഒരു മാനസിക ധൈര്യമില്ല. അതുകൊണ്ട് ഭർത്താവിൻ്റെ മുഖം വാടിയാലോ അമ്മായിയമ്മയുടെ മുഖത്തിന് മാറ്റം വന്നാലോ അതിനെ വലുതായി കണ്ട് എൻ്റെ വീട്ടിലേക്ക് പോകാം, എൻ്റെ വീട്ടിൽ സ്നേഹം ലഭിക്കും എന്നൊരു ചിന്ത അവരുടെ അകത്ത് കയറുകയാണ്. ആ ചിന്തയാണ് പലപ്പോഴും ഈ കുഞ്ഞുങ്ങളെ സ്വന്തം ഭവനത്തിലേക്ക് ആകർഷിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവരെ ഉപദേശിച്ച് പറഞ്ഞു വിടാൻ വീട്ടിലുള്ളവരും തയ്യാറാകാത്തതുകൊണ്ട് ആ പ്രശ്നം വലുതായി പിന്നെ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ കാണാതെയായി ഒടുവിൽ അത് വിവാഹമോചനത്തിൽ കലാശിക്കുന്നതാണ് മിക്കവാറും നടക്കുന്ന കാര്യം. ക്രൈസ്തവരുടെ ഇടയിൽ നടക്കുന്ന വിവാഹമോചനത്തോടുള്ള ബന്ധത്തിൽ സിസ്റ്റർ ഇപ്പോൾ പറഞ്ഞു പ്രീമറൈറ്റൽ കോഴ്സസ് നമ്മുടെ ഇടയിൽ ഇല്ല എന്നുള്ളത്. അത് ശരി തന്നെയാണ്, ഞാൻ അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. എങ്കിൽ തന്നെ നമ്മുടെ സഭകൾക്ക് അല്ലെങ്കിൽ ആത്മീയ നേതൃത്വങ്ങൾക്ക് അല്ലെങ്കിൽ ക്രൈസ്തവരുടെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് ഒക്കെ ഇതിനകത്തൊരു ചുക്കാൻ പിടിക്കാൻ കഴിയും. സിസ്റ്ററിൻ്റെ അഭിപ്രായത്തിൽ നമ്മൾക്ക് അല്ലെങ്കിൽ വനിതകൾക്ക് തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? ഞാൻ ആരംഭത്തിൽ തന്നെ പറഞ്ഞല്ലോ, നമ്മുടെ വീടിനകത്ത് അമ്മയാണ് ക്ലാസ് എടുക്കേണ്ടത്. അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ആ കുഞ്ഞിൽ സ്വാധീനം ചെലുത്തി ക്ലാസ് എടുക്കാൻ പറ്റും. എന്നാൽ അത് പറ്റാത്ത ഒരു സന്ദർഭത്തിൽ അമ്മയും മകളുമായി അത്രയൊരു അടുത്ത ബന്ധമല്ല എങ്കിൽ ഈ കാലഘട്ടത്തിൽ ദൈവം ഉപയോഗിക്കുന്ന ഏതെങ്കിലും അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസിമാരെയോ അങ്ങനെ അല്ലെങ്കിൽ പ്രയോജനപ്പെടുന്നു എന്ന് തോന്നുന്നവരോ മാതൃകാജീവിതം നയിക്കുന്ന അവരുടെ ആ സഹോദരിമാരുടെ അടുക്കൽ ഈ കുഞ്ഞുങ്ങളെ ചില മണിക്കൂറുകളെങ്കിലും വിവാഹത്തിന് മുൻപ് ചില മണിക്കൂറുകൾ കൈകാര്യം ചെയ്യാൻ വിടുന്നത് നല്ലതാണ്. അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലോ, അവരവരുടെ അനുഭവത്തിൽ നിന്നും വരേണ്ട കാര്യങ്ങൾ ഒരു അമ്മയേക്കാൾ കുറേ കൂടെ കൂടുതൽ സംസാരിക്കാൻ കഴിയും. ആ പെൺകുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അവൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ജീവിതമാണെങ്കിൽ അവൾ കുറേ കൂടെ അവർ പറയുന്നത് അംഗീകരിക്കാൻ തയ്യാറാകും. അങ്ങനെ നമ്മുടെ ഇടയിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ദൈവദാസിമാർക്ക് അതിൽ വളരെ വലിയ പങ്ക് വഹിക്കാൻ കഴിയും. അതിന് നാം മാതാക്കൾ തയ്യാറാകണം. നമ്മുടെ കുഞ്ഞുങ്ങളെ വിവാഹത്തിന് മുൻപ് അങ്ങനെ ഒരാളെ കണ്ടെത്തി വിടാൻ തയ്യാറാകാമെങ്കിൽ ഇപ്പോൾ നടക്കുന്ന 90% വിവാഹമോചനത്തിൽ നിന്നും നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ നമുക്ക് കഴിയും. നമുക്ക് കഴിയാത്തത് മറ്റൊരാളെ ഏൽപ്പിച്ചതുകൊണ്ട് അതൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാകണ്ട. അതുണ്ടാകാതെ നമുക്ക് മറ്റുള്ളവരെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ അവർ കുറേ കൂടെ സെക്ഷൽ ലൈഫിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അജ്ഞതയുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇൻ്റർനെറ്റിൽ അവരെല്ലാം കാണുന്നുവെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അവർക്ക് പല കാര്യങ്ങളെക്കുറിച്ചും അവർക്ക് വ്യക്തിപരമായി അറിയണമെന്നും ചോദിക്കണമെന്നും ഉണ്ടെങ്കിൽ അവർക്ക് ചോദിക്കുവാൻ സ്വാതന്ത്ര്യമുള്ള ഒരു വ്യക്തിയെ കണ്ടുപിടിച്ച് അവരുടെ അടുക്കൽ ചില മണിക്കൂറുകളെങ്കിലും ചിലവഴിക്കാൻ നാം അതിന് അവസരമൊരുക്കുന്നെങ്കിൽ നമുക്കിതിനകത്തുനിന്ന് പുറത്തു വരാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസികളെ വഴിതെറ്റിക്കുന്ന അനേക ഉപദേശങ്ങളും പ്രസംഗങ്ങളും നാം ഇന്ന് മീഡിയയിൽ കൂടെ ധാരാളമായി കണ്ടുകൊണ്ടിരിക്കുക. ഇതിനെക്കുറിച്ച് സിസ്റ്ററിൻ്റെ അഭിപ്രായം എന്താ? എനിക്ക് മനസ്സിലാകുന്നത് ഏറ്റവും പ്രധാനമായ പ്രശ്നം വേദപുസ്തകം അതിൻ്റെ അർത്ഥത്തിൽ പഠിക്കാത്തതുകൊണ്ടാണ്. എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ നിലവിൽ വരുത്തുവാൻ വേണ്ടി എന്ത് പ്രയത്നവും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം നിൽക്കുന്നത്. എനിക്ക് സത്യമെന്ന് തോന്നി, ശരിയെന്ന് തോന്നി, ഞാനത് മറ്റൊന്നിനെയും ഡിപ്പെൻഡ് ചെയ്യുകയോ പഠിക്കുകയോ ചെയ്യാൻ ശ്രമിക്കാതെ അതെങ്ങനെയും സ്ഥാപിക്കേണ്ടതിന് വേണ്ടി ഏതാണ് അതിനെടുക്കേണ്ട മുഖാന്തരം അതങ്ങ് സെലക്ട് ചെയ്ത് മുൻപോട്ട് പോകുന്നൊരു കാര്യം. വേദപുസ്തകം അറിയത്തില്ല അല്ലെങ്കിൽ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. കാരണം ബൈബിൾ കോളേജുകളിൽ 3-4 വർഷം പഠിച്ചിറങ്ങുന്ന ഡിഗ്രി ഹോൾഡേഴ്സ് തന്നെയാണ് ഇത്തരം പ്രവണതകൾക്ക് കൂടുതൽ സാഹചര്യം ഒരുക്കി കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് എന്തെങ്കിലും പ്രശസ്തി കിട്ടാൻ ഇപ്പോഴുള്ള ഉപദേശങ്ങളിൽ ചില വ്യത്യാസങ്ങൾ വരുത്തിയാലേ എനിക്ക് പിടിച്ചു നിൽക്കണം എന്നുള്ളൊരു ചിന്ത വരും. എല്ലാവരും നിൽക്കുന്നത് പോലെയല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായി എനിക്കൊരു പേരുണ്ടാക്കുക, ഞാൻ കുറേ കൂടെ വലിയ ആളാണെന്ന് സമൂഹത്തിൻ്റെ മുൻപിൽ വെളിപ്പെടുത്തി ആളെ കുറച്ച് കൂട്ടുക, ഇതൊക്കെ അങ്ങോട്ട് വരുമ്പോൾ പോപ്പുലാരിറ്റി പണ്ട് മുതൽ മനുഷ്യൻ്റെ ഹൃദയത്തിൽ കെട്ടിക്കിടക്കുന്ന ഒരാഗ്രഹമാണ്. 10 പേരെന്നെ പ്രൈസ് ചെയ്യുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്തും പറയാൻ തയ്യാറാകുന്ന ഒരു കാലഘട്ടം ആത്മീയ ഗോളത്തിലും ഇന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് സത്യമല്ലെന്ന് തിരിച്ചറിഞ്ഞാൽ പോലും അവർ പിന്നീട് തിരുത്താനും ശ്രമിക്കാറില്ല.
തീർച്ചയായിട്ടും ഇത് സത്യമല്ല എന്ന് തിരിച്ച് നമ്മുടെ നേതൃത്വങ്ങൾ അറിഞ്ഞിട്ട് പോലും അതിനെ പ്രതികരിക്കാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും അവർ മിണ്ടിയല്ല. അവർ സംസാരിച്ചാൽ അവർക്ക് വേണ്ടതായ അവരുടെ പോപ്പുലാരിറ്റി നഷ്ടപ്പെടും. അപ്പോൾ അടിസ്ഥാനം മാറേണ്ടത് തീർച്ചയായിട്ടും നേതൃത്വത്തിൽ നിന്നാണല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ പഠിച്ചിറങ്ങുന്ന ബൈബിൾ കോളേജിലെ ഈ സ്റ്റുഡൻസിനോടോ അല്ലെങ്കിൽ ഇത്തരം പ്രവണതകൾ കാട്ടിക്കൂട്ടുന്ന യുവ സുവിശേഷകരെ ഉപദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ നാം നേതൃത്വത്തോടല്ലേ സംസാരിക്കുക? നേതൃത്വത്തോട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന കാരണം എന്താ? അവരതിൻ്റെ സംസാരം കേൾക്കാൻ അവർ തയ്യാറാകില്ല. ഇപ്പോൾ ഇറങ്ങിയ കുറച്ച് കൃപയുടെ സുവിശേഷകർ എന്നൊക്കെ പറയുന്നത് പോലെ അവർ വന്ന് അവരുടെ മനസ്സിന് തോന്നുന്ന മറ്റുള്ളവരെ കുറേ കൂടെ ഇളക്കപ്പെരുപ്പത്തിലേക്ക് നയിക്കുന്ന ആത്മീയ വിടുതലെന്ന് പറഞ്ഞ് ഒരു പ്രത്യേക ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് ജനത്തെ അതിലേക്ക് വലിച്ചിറക്കുവാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥ ദൈവവചന സത്യങ്ങൾ അകത്ത് കടന്ന വിശുദ്ധന്മാർ മാത്രമേ നിൽക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ നേതൃത്വത്തിന് തീർച്ചയായിട്ടും യഥാർത്ഥ ദൈവവചനം ഉള്ളിൽ ഇല്ലാഞ്ഞിട്ടാണോ ഇവർ പ്രതികരിക്കുന്നത്? അല്ല, ഒരിക്കലുമല്ല. അവർ നന്നായി വചനം പഠിച്ചവരും അതിനകത്ത് ദീർഘവർഷങ്ങൾ പ്രസംഗിച്ച് നടന്നവരുമുണ്ട്. പിന്നെ ഇവരാരെയായിരിക്കും ഭയപ്പെടുന്നത്? അവർ ജനത്തെ ഭയപ്പെടുന്നു. അവർ സമൂഹത്തെ ഭയപ്പെട്ടിട്ട് വേദപുസ്തക സത്യങ്ങളെ മറച്ചു വയ്ക്കുകയാണോ? അതെ, തീർച്ചയായിട്ടും അതായിരിക്കും. അല്ലെങ്കിൽ അവരോട് ആർക്കും സംസാരിക്കാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു നേതൃത്വമാണെങ്കിൽ പോലും നമുക്കിങ്ങനെ ഒരു വിഷയം ചെന്ന് സംസാരിച്ചാൽ അവരതിന് തരുന്ന മറുപടി ഏത് നിലയിലാണെന്ന് നമുക്കറിയില്ല. അവരതിനെ ഒഴിവാക്കി സംസാരിക്കും. ആരെയും പിണക്കണ്ട എന്നുള്ള നിലയിൽ നിൽക്കുന്ന നേതൃത്വങ്ങളാണ് ഇന്ന് കൂടുതലും ഈ ഉപദേശ പിശകുകൾക്ക് കാരണം. ഇപ്പോൾ ഇറങ്ങി തിരിച്ച ചില യുവാക്കൾ അവർക്ക് തോന്നുന്നത് പോലെ ഉപദേശത്തെ വളച്ചൊടിച്ച് നൽകുമ്പോൾ യഥാർത്ഥ വചനസത്യങ്ങൾ അറിയാവുന്ന നേതൃത്വങ്ങൾ മൗനമായിരിക്കുന്നത് അവരെ മാത്രം ഭയപ്പെട്ടിട്ടല്ല, അവർ ദൈവത്തെ ഭയപ്പെടാത്തത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു നോഹയുടെ കാലഘട്ടം പോലെ എനിക്ക് തോന്നുന്നു. തീർച്ചയായും അല്ലേ? തീർച്ചയായും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വ്യക്തിക്ക് ഇതിനെതിരെ നമുക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞാൽ സിസ്റ്ററിൻ്റെ അഭിപ്രായത്തിൽ വനിതകൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പുരുഷന്മാർ പ്രതികരിക്കാതിരിക്കുന്നു, നേതൃത്വം പ്രതികരിക്കാതിരിക്കുന്നു. സോ വനിതകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് നേരത്തെ തന്നെ അടിച്ചമർത്തൽ വന്നിട്ടുണ്ടല്ലോ. സ്ത്രീകൾ സംസാരിക്കാൻ പാടില്ല എന്ന്, സഭകളിൽ സ്ത്രീകൾ സംസാരിക്കാൻ പാടില്ല, പൊതുവിഷയങ്ങളിൽ ഇടപെടാൻ പാടില്ല എന്നൊക്കെയുള്ള ഒരു അടിമത്തത്തിൻ്റെ കാലഘട്ടം ഇന്നും കേരളത്തിൽ നിലവിലുണ്ട്. അങ്ങനെ സംസാരിക്കുന്ന ഒരാളെ തൻ്റെ ഇടിയായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രത്യേക ഒരു മുദ്രകുത്തി മാറ്റിയെങ്കിലോ എന്നുള്ള ഉൾഭയം മൂലം പ്രതികരിക്കാൻ പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. കാരണം റോമൻ കാത്തലിക് സഭകളിലും മറ്റ് സഭകളിലും ഒക്കെ വനിതകൾ സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ശുശ്രൂഷാ മണ്ഡലങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും സത്യസന്ധമായിട്ട് കാര്യങ്ങളെ പബ്ലിക്കിലേക്ക് കൊണ്ടുവരുവാൻ ഒരു വനിതയ്ക്ക് കഴിയുമെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു സ്റ്റെപ്പ് നമുക്ക് വെച്ചുകൂടാ? നമുക്ക് ശുശ്രൂഷാ കാര്യങ്ങളിൽ ഇടപെടണമെന്നല്ല പറയുന്നത്. മറിച്ച് ഇത്രമാത്രം വഷളത്വത്തിന് അടിമത്തത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നേതൃത്വം ഉൾപ്പെടെ ഈ ക്രൈസ്തവ സമൂഹം മൊത്തത്തിൽ നോഹയുടെ കാലഘട്ടത്തിൽ എത്തപ്പെട്ട് നിൽക്കുമ്പോൾ ഒരു വനിതയ്ക്ക് അതിലേക്ക് ഒരു സ്റ്റെപ്പ് വയ്ക്കുവാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് ചെയ്തുകൂടാ? ഏത് വനിതയ്ക്കും അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കാം. പക്ഷേ ആ വനിത നാളെ ഒറ്റപ്പെടും. ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ആ സ്ത്രീയെ പിന്നീട് തല ഉയർത്താൻ അനുവദിക്കാത്ത നേതൃത്വങ്ങളുടെ സ്വാധീന ശക്തി ഉള്ളതുകൊണ്ടാണ് എന്നെപ്പോലുള്ളവർ മൗനമായിരിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ നാളെ അത് ശീലാദാസ് പറഞ്ഞു എന്നുള്ള പേരിൽ അത് വലിയ കൊട്ടിഘോഷിക്കുമെന്നുള്ളതല്ലാതെ ആ തെറ്റിനെ തിരുത്താൻ അവരും ശ്രമിക്കാറില്ല. അപ്പോൾ തീർച്ചയായിട്ടും സിസ്റ്ററിനെ സഹായിക്കുവാൻ ചില വ്യക്തി ജീവിതങ്ങൾ മുന്നോട്ട് വന്നാൽ ഇതിനെതിരെ പ്രതികരിക്കുവാൻ സിസ്റ്റർ തയ്യാറാണ്? തീർച്ചയായിട്ടും പ്രതികരിക്കാൻ തയ്യാറാണ്. പക്ഷെ ഒറ്റപ്പെടുത്തുന്ന, സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന, ഇനി അവരെ ശുശ്രൂഷയ്ക്ക് വിളിക്കരുതെന്നൊക്കെ നേതൃത്വത്തിൽ നിന്ന് തന്നെ ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ നാം ഇത്രയും കാലം സൂക്ഷിച്ചു വന്ന നമ്മുടെ ആ പൊസിഷൻ മാറ്റിക്കളയുന്ന അനുഭവങ്ങളിലേക്ക് നാം. പക്ഷേ ശുശ്രൂഷയ്ക്ക് വേണ്ടി തന്നെയല്ലേ നാം ഇങ്ങനെ ഒരു വില കൊടുക്കുന്നത്? ശുശ്രൂഷയുടെ സത്യസന്ധത അല്ലെങ്കിൽ ആ മൂല്യത നിലനിർത്താൻ വേണ്ടിയാണല്ലോ നാം ഇതിനോട് പ്രതികരിക്കുന്നത്. അതെല്ലാവരും മനസ്സിലാക്കുന്നില്ലല്ലോ. അത് മനസ്സിലാക്കണമെങ്കിൽ നേതൃത്വത്തിന് വിട്ടു നിൽക്കുന്ന ചിലർ മാത്രമേ അത് മനസ്സിലാക്കുകയുള്ളൂ. എല്ലാവരും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഈ നേതൃത്വത്തിൻ്റെ അടിമകളാണ്. അവർ ദൈവത്തെക്കാൾ വലിയതായി അവരെയാണോ ആരാധിക്കുന്നതെന്ന് പോലും തോന്നാറുണ്ട്. കത്തോലിക്ക സഭകളിലൊക്കെ രൂപക്കൂടിനകത്തിരിക്കുന്ന രൂപങ്ങളെക്കാൾ നമ്മുടെ ഇടയിലുള്ള ദേവദാസന്മാരെ ഇന്ന് രൂപക്കൂടിനകത്തിരുത്തി ആരാധിക്കുന്ന ജനങ്ങൾ നമ്മുടെ ഇടയിൽ. അഴിച്ചുപണി ആദ്യം നേതൃത്വത്തിൽ തന്നെ തുടങ്ങണം. തീർച്ചയായിട്ടും. അതുകൊണ്ട് നമ്മോട് ദൈവവചനം പ്രസംഗിക്കുന്നവരോ നമ്മളെ വചനം പഠിപ്പിക്കുന്നവരോ ദൈവവചനത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ് സംസാരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. നാം വചനം പഠിച്ചെങ്കിൽ മാത്രമേ അത് കഴിയുള്ളൂ. എത്ര ഉന്നതനായ വ്യക്തിയാണെങ്കിലും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനമില്ലാത്ത ഒരു കാര്യം നമ്മോട് പറഞ്ഞാൽ അതിനെ എതിർക്കാൻ തയ്യാറാകുന്ന ചിലർ ദൈവസഭകളിൽ എഴുന്നേൽക്കണം. ലോക്കൽ സഭകളിൽ അങ്ങനെയുള്ളവർ എഴുന്നേറ്റാൽ അത് നേതൃത്വങ്ങളിലേക്ക് ചെല്ലും. എന്നാൽ നേതൃത്വങ്ങൾ അവരെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ അവരുടെ സഭകളിലുള്ളവർ, അവരുടെ കുടുംബങ്ങളിലുള്ളവർ അവരോടൊപ്പം നിന്ന് പോരാടാൻ തയ്യാറാകാമെങ്കിൽ ഒരു പരിധിവരെ നമുക്കിതിനെ തടയിടാൻ കഴിയും.
ഇല്ല, അവരെ മാത്രം ഉയർത്തി നേതൃത്വങ്ങളെ വാനോളം പുകഴ്ത്തി അവരെ ആരാധിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് ആത്മീയ ഗോളം വന്നാൽ ഒരിക്കലും ആരും നന്നാകില്ല, ആരും നന്നാകാൻ സമ്മതിക്കുന്നതുമില്ല. അതുകൊണ്ട് ഇപ്പോൾ കിട്ടിയതെന്ന് പറയുന്ന ഒരു കാര്യത്തെ അംഗീകരിക്കാൻ പെന്തക്കോസ്തുകാരായ നാം തയ്യാറല്ല. കാരണം അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭകൾക്ക് എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നു: ഞാൻ നിങ്ങളോട് പ്രസംഗിച്ച യഥാർത്ഥ സുവിശേഷ സത്യങ്ങൾക്ക് വിപരീതമായിട്ട് നാളെ ഏതെങ്കിലും കാരണവശാൽ എനിക്കൊരു ബുദ്ധിഭ്രമം സംഭവിച്ച് ഞാനോ അല്ലെങ്കിൽ സ്വർഗത്തിലെ ഒരു ദൂതനോ പോലും വന്നാലും നിങ്ങൾ അതിനെ വിശ്വസിക്കേണ്ട, അങ്ങനെ പറയുന്നയാൾ ശപിക്കപ്പെട്ടവനാണ്. അത് പൗലോസ് വ്യക്തമായിട്ട് എഴുതി നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നലെ വരെ വിശ്വാസത്യങ്ങൾക്ക് വേണ്ടി വിലമുടക്കി ആത്മീയ പിതാക്കന്മാരുടെ കാൽച്ചുവടുകളെ പിൻപറ്റി വന്നവരായ നാം, നമ്മുടെ തലമുറകൾ വന്നപ്പോൾ അവർ ഇൻ്റർനെറ്റ് യുഗത്തിൽ അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി വചനത്തെ വളച്ചൊടിച്ച് കൃപയാണ് എല്ലാം നിൽക്കുന്നത്, കൃപയാലാണ് എന്നവർ തെറ്റിദ്ധരിപ്പിച്ച ആളെ കൂട്ടുമ്പോൾ, കൃപയുടെ ശുശ്രൂഷയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വേദപുസ്തകത്തിന് അടിസ്ഥാനമല്ലാത്ത ചില പ്രത്യേക ശുശ്രൂഷകളെ കുറിച്ച് ചില ജീവിതങ്ങൾ പറയുവാൻ നോക്കുന്നതിനിടയായി തീർന്നു. പ്രധാനമായിട്ടും തിരുവത്താഴം അല്ലെ കർത്തൃമേശ എന്ന് പറയുന്നതിനെക്കുറിച്ച് സ്നാനപ്പെടാതെ തന്നെ അതിലേക്ക് നമുക്ക് കരങ്ങളെ നീട്ടാമെന്നൊരു പഠിപ്പിക്കൽ കൂടെ നമ്മുടെ ഇടയിൽ കടന്നു വന്നു. ഇതിനെക്കുറിച്ച് സിസ്റ്ററിൻ്റെ അഭിപ്രായം എന്താ? അതാണ് ഞാൻ പറഞ്ഞത്. വചനത്തിനകത്തുള്ള ദൈവിക സത്യങ്ങൾക്കെല്ലാം കോട്ടം വരുത്തിക്കൊണ്ട് പോകുന്ന ഒരു കാലഘട്ടമാണിത്. അവരവർക്ക് നിലനിൽക്കാൻ വേണ്ടി, അവരവരുടെ കൂടെ ആളെ കൂട്ടാൻ വേണ്ടി ഏതും വചനത്തിനകത്ത് വളച്ചൊടിക്കാമെന്നുള്ളൊരു ധൈര്യം അവർക്ക് വന്നതിൻ്റെ ഇത്രയും മേജറായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് നമ്മുടെ കേരളക്കരയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെതിരെ പ്രതികരിക്കുവാൻ നമ്മുടെ നേതൃത്വം തയ്യാറായില്ല. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഈ യുവസുവിശേഷകർക്ക് അവരുടെ ഇഷ്ടപ്രകാരം എന്തും ചെയ്തെടുക്കാമെന്നുള്ള ധൈര്യം ലഭിച്ചതിൻ്റെ പിൻപിൽ യഥാർത്ഥ ആത്മീയ നേതൃത്വങ്ങൾ തന്നെയാണ്. കാരണം മൗനം സമ്മതമാണെന്ന് പറയുക ഇരിക്കെ തന്നെ ഇതിപ്പോൾ നാളെ നമ്മളും ഇങ്ങനെ ഇതിനെ ഫോളോ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മുടെ നേതൃത്വം മൗനമായിട്ട് സമ്മതിച്ചിരിക്കുന്നത്. അതെ, കർത്തൃമേശയെക്കുറിച്ചുള്ള സംസാരങ്ങൾ പലതും ശ്രദ്ധിക്കാൻ എനിക്കിടയായി. അതിനകത്ത് അദ്ദേഹം പറയുന്നത് പ്രധാനമായും, ഞാനൊരു വ്യക്തിയെ ഉദ്ദേശിച്ചല്ല പറയുന്നത്, വചനം വളച്ച് എടുക്കുന്ന ആരും പിശാചിൻ്റെ ഏജൻ്റാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവവചന സത്യങ്ങളിൽ യേശുക്രിസ്തു ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ എന്നുള്ള ആ വാക്കിനെ തെറ്റിദ്ധരിപ്പിച്ച് ഇന്നുള്ള വചനമധികം അറിയാത്തവരുടെ ഇടയിലേക്ക് വിളമ്പുകയാണ്. പുതിയ പഠിപ്പിക്കൽ അനുസരിച്ച് ശരീരത്തെ വിവേചിക്കേണ്ട, ക്രിസ്തുവിൻ്റെ ശരീരത്തെ വിവേചിച്ചാൽ മാത്രം മതി എന്നുള്ളൊരു നയത്തിലേക്ക് വന്നിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മുൻപിൽ വിളമ്പുന്നത് എന്തായാലും അതിനെ ചോദ്യം ചെയ്യാതെ ഭക്ഷിക്കുന്ന ഒരു രീതിയിലേക്ക് പെന്തക്കോസ്ത് ഗോളം വന്നു കഴിഞ്ഞു. ഒരു സുവിശേഷകൻ അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന ഒരാൾ ആത്മാവിൽ നിറഞ്ഞാണെന്ന് തോന്നുന്ന നിലയിൽ എന്ത് വിളിച്ചു പറഞ്ഞാലും സ്തോത്രവും ആമേൻ പറയാനും പറ്റിയ ഒരു കൂട്ടത്തെ വാർത്തെടുത്തു കഴിഞ്ഞു. എന്നാൽ ഞാൻ പറയട്ടെ, കർത്താവിൻ്റെ ശരീരത്തെ വിവേചിച്ചാണ് നാം ദൈവസഭയിൽ വന്നത്. യേശുക്രിസ്തു ആരാണെന്നും കാൽവറിയിൽ അവൻ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടതാണെന്നും അവനിലൂടെയുള്ള വീണ്ടെടുപ്പും പുത്രത്വവും പദവിയും നമുക്ക് ലഭിച്ചതാണെന്നും തിരിച്ചറിഞ്ഞാണ് നാം എല്ലാവരും പെന്തക്കോസ്തിലേക്ക് വന്നത്. എന്നാൽ ഇതിനകത്ത് വരുന്ന കർത്തൃമേശ എന്ന് പറയുന്ന ആ സമയത്ത് നമ്മൾ യേശുക്രിസ്തു ആരാണെന്ന് നാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. എന്നാൽ അതിനേക്കാളധികം നാം ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ലേഖനങ്ങൾ എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, പാപം നിങ്ങളുടെ മർത്യശരീരത്തിൽ ഇനി വാഴരുതെന്ന് പറയുന്നത് പുറത്തുള്ള അവിശ്വാസികളോടല്ല, വിശ്വാസികളോടും വിശുദ്ധന്മാരോടുമാണ്. അപ്പോൾ അവരുടെ അകത്തും ഈ പാപം വാഴാൻ സാധ്യതയുണ്ട്. അങ്ങനെ ലോകത്തിലെ ജീവിതത്തിൽ എന്തെങ്കിലും കളങ്കം പറ്റിയാൽ അതേറ്റു പറഞ്ഞ് നമ്മുടെ സ്വന്തം ജീവിതത്തെ വിവേചിക്കാതെ കർത്താവിൻ്റെ മേശയിലേക്ക് കൈ കടത്തുന്നത് ശരിയല്ല. അതിന് കർത്താവിൻ്റെ ശരീരത്തെ നമുക്കറിയാം, കർത്താവ് ആരാണെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മുടെ മാനുഷികമായ നിലയിൽ വന്നുപോയ തെറ്റുകളെ ഏറ്റുപറയാതെ കർത്താവിൻ്റെ മേശയിലേക്ക് കൈനീട്ടാൻ ധൈര്യപ്പെടുന്നത് ദൈവവചന പ്രകാരം 100% തെറ്റ് തന്നെയാണ്. പക്ഷേ അത് പറഞ്ഞത് ലോകത്തിലുള്ള കുറേ പേരെ കൂട്ടിവരുത്താനും എല്ലാവർക്കും കർത്തൃമേശ കൊടുക്കാനും വേണ്ടിയാണെങ്കിൽ അത് ദൈവസന്നിധി ശിക്ഷയ്ക്കുള്ള കാരണം തന്നെയാണ്. ഈ ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ, അല്ലെന്നുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ നാം കാണപ്പെടുന്നതായ ഈ പ്രത്യേക കാര്യങ്ങൾ, ഈ പ്രത്യേക നയങ്ങൾ തന്നെ പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിനകത്ത് ഇപ്പം നിലകൊണ്ടു എന്ന് തന്നെ വേണമല്ലോ പറയാനായിട്ട്. അപ്പം അങ്ങനെയുള്ള സാഹചര്യം നാം കണക്കിലെടുക്കുമ്പോൾ വിശ്വാസത്തിൽ ഒരു സ്ഥിരതയില്ലാത്തവർ, വിശ്വാസത്തിൽ ആദ്യമായി കടന്നു വരുന്നവരെ സംബന്ധിച്ച് ഇതൊരു ചതിക്കുഴിയിലേക്ക് അവർ വീണുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ക്രൈസ്തവ വനിതകൾ ഈ ചതിക്ക് ഇരയായിത്തീരുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. സിസ്റ്റർ എന്ത് പറയുന്നു? എങ്ങനെ നമുക്കതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും? സഹോദരിമാർ വിശേഷിച്ചും ഒരു കാര്യത്തിലും എതിർക്കാൻ ധൈര്യപ്പെടാത്തവരാണ്. അവരും ഇത് കേൾക്കുമ്പോൾ സത്യമാണോ എന്നുള്ള നിലയിൽ അവരും എടുത്തു ചാടാറുണ്ട്.
അവർക്ക് അതിനകത്തെ സത്യങ്ങളെ അവർ തിരിച്ചറിഞ്ഞാൽ പോലും മൗനമാകുന്നവരുണ്ട്. ചിലർക്ക് തിരിച്ചറിയാൻ പാടില്ല. വേദപുസ്തകത്തിൻ്റെ സത്യങ്ങൾ അവരുടെ അകത്ത് അധികം കിടപ്പില്ല. വചനം അറിയാവുന്നവർ എല്ലാ കാലത്തും എതിർക്കും. പരസ്യമായി എതിർക്കുന്നില്ലെങ്കിലും അവരുടെ രഹസ്യ ജീവിതത്തിൽ അവർ അതിനോട് എതിർത്തേ ജീവിക്കുകയുള്ളൂ. യഥാർത്ഥ സത്യങ്ങളിൽ മാത്രം. കാരണം ഇത്തരം പഠിപ്പിക്കലുകൾ നടത്തുന്നവരുടെ പ്രത്യേക സ്റ്റേജ് പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ അവരുടെ പ്രത്യേക കൺവെൻഷനുകൾ നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യങ്ങേഴ്സ് ആയിട്ടുള്ള ഫീമെയിൽസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇവരുടെ എല്ലാ ശുശ്രൂഷകളും നിലനിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വനിതകൾ ചതിക്കുഴിയിൽ ഓൾറെഡി ആയിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അവരെ തിരിച്ച് ഇതിൽ നിന്ന് പുറത്ത് കൊണ്ടുവരുവാൻ നമ്മുടെ ക്രൈസ്തവ സമൂഹം ഒന്നും തന്നെ ചെയ്യുന്നില്ല. അതിനെതിരെ ഒരു പഠിപ്പിക്കലില്ല, അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നില്ല. നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞല്ലോ, ഇൻ്റർനെറ്റ് പോലുള്ള മീഡിയകൾ ഇതിനകത്ത് ഒരുപാട് ദോഷം ചെയ്യുന്നുണ്ട്. അത് കണ്ടിട്ട് അതിനകത്ത് നടക്കുന്നത് പോലെ നടത്തണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ ഇപ്പോഴത്തെ വേഷ സംവിധാനങ്ങളുമൊക്കെയായി സ്റ്റേജുകളിൽ അവരും കൈയടക്കുകയാണ്. അവർക്കും അതിനകത്തൊരു സന്തോഷം തോന്നുന്നു എന്നുള്ളതല്ലാതെ ദൈവവചനത്തോടുള്ള ഭക്തി കൊണ്ടൊന്നുമല്ല ഈ സ്റ്റേജുകളിലെ ശുശ്രൂഷയൊന്നും. സഹോദരിമാരാണെങ്കിലും ചെറുപ്പക്കാരായ സഹോദരിമാരെ അവരുടെ ഭവനത്തിലെ മാതാപിതാക്കൾ നിയന്ത്രിക്കുകയും അവരുടെ വേഷവിധാനങ്ങളിൽ സംവിധാനങ്ങളിൽ വ്യത്യാസം വരുത്താൻ തയ്യാറാകാതെയും ഒക്കെ ഇരിക്കുമ്പോൾ അവർക്ക് എന്തും ചെയ്യാമെന്നൊരു ധാരണയിലേക്ക് അവർ വരികയാണ്. തീർച്ചയായിട്ടും അമ്മമാർ ദൈവവചനം പഠിക്കുകയും തങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവവചന സത്യങ്ങൾ യഥാർത്ഥത്തിൽ ഗ്രഹിപ്പിക്കുകയും ചെയ്താൽ ഇങ്ങനെയുള്ള ചതിക്കുഴികളിൽ വീഴാതിരിക്കാൻ കഴിയും. അത് വീട്ടിലാണ് ആദ്യം അതിന് വേണ്ട ട്രെയിനിങ് കൊടുക്കേണ്ടത്. അത് വീട്ടിലെ പാകപ്പിഴയാണ് പലപ്പോഴും പൊതുസദസ്സിൽ വെളിപ്പെടുന്നത്. അതുകൊണ്ട് വേദികളിൽ ഇളക്കപ്പെരുപ്പം കാണിച്ചതുകൊണ്ടോ മറ്റുള്ളവരുടെ മുൻപിൽ കുറച്ച് ഷൈൻ ചെയ്തതുകൊണ്ടോ കാരണമില്ല. വചനത്തിൻ്റെ അടിസ്ഥാനത്തിലൊരു ന്യായവിധിയെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് വചനപ്രകാരം ജീവിക്കുന്നില്ലെങ്കിൽ എത്ര ഉന്നതരായിരുന്നാലും എത്ര വലിയ നേതൃത്വങ്ങളായിരുന്നാലും കർത്താവിൻ്റെ മുൻപിൽ നിൽക്കേണ്ട ഒരു സമയമുണ്ട്. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്നാമത് നമ്മുടെ ഭവനത്തിൻ്റെ അകത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാം ആദ്യം അതിനുള്ള കാഴ്ചപ്പാട് പകർന്നു കൊടുക്കുക. അതിനുശേഷം സമൂഹത്തിൽ പ്രതികരിക്കേണ്ടി വന്നാൽ നാം പ്രതികരിക്കാൻ തയ്യാറാകണം. തൂലിക മിഷൻ്റെ പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളൊരു കാര്യം, ദൈവവചന സത്യങ്ങൾക്ക് വേണ്ടി ഒരാൾ പോരാടാൻ തയ്യാറായാൽ, പ്രത്യേകിച്ച് അതൊരു വനിതയാണെങ്കിൽ, എന്നെപ്പോലെയുള്ളവർ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അതിനുവേണ്ടി തീരുമാനമെടുത്ത് പുറത്തേക്ക് വരാൻ തയ്യാറായാൽ അവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ 100% നിങ്ങൾ തയ്യാറാകണം. തീർച്ചയായിട്ടും ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കാം. എന്നാൽ സിസ്റ്റർ ഒരു കാര്യം മനസ്സിലാക്കണം, തൂലിക മിഷനെ പോലെയുള്ള മിഷൻ്റെ പ്രവർത്തനങ്ങൾ ഇത്തരണത്തിൽ മുന്നോട്ട് വരുമ്പോൾ നമ്മുടെ സംഘടനകളുടെ പ്രതികരണം അത് മനസ്സിലാക്കി സിസ്റ്ററിന് അതിനകത്ത് ഞങ്ങളോടൊപ്പം നിലനിൽക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഞങ്ങൾക്കറിയേണ്ടത്. പ്രതികരണം നോക്കിയാൽ നമുക്ക് ഒരു ആത്മീക ശുശ്രൂഷയും ചെയ്തെടുക്കാൻ കഴിയില്ല. എല്ലാ കാര്യങ്ങൾക്കും പോസിറ്റീവും നെഗറ്റീവുമായ അഭിപ്രായങ്ങൾ വന്നിരിക്കും. അത് നാം നോക്കുന്നില്ല. എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ പഠിച്ചത് പാഠം അങ്ങനെയാണ്. കർത്താവ് എന്തു പറയുന്നു അതിന് മുൻതൂക്കം കൊടുക്കുക. ലോകം മുഴുവൻ എതിർത്ത് നിന്നാലും കർത്താവിനോടുകൂടെ നിൽക്കുന്ന വ്യക്തിയാണ് ഭൂരിപക്ഷം. അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് അങ്ങനൊരു പ്രേരണ തന്നാൽ ഞാൻ പ്രതികരിക്കാൻ തയ്യാറാകാറുണ്ട്. ഞാൻ ചില വർഷങ്ങളായി മാസികകളിലൊക്കെ സ്ഥിരമായി എഴുതുന്നയാളാണ്. എൻ്റെ എഴുത്തുകളിലെല്ലാം ഈ ഉപദേശ സത്യങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളും അതിനെതിരെയുള്ള പോരാട്ടങ്ങൾ അതിനകത്തൊക്കെ വെളിപ്പെട്ട് വരാറുണ്ട്. പലരും എന്നെ വിളിച്ച് സംസാരിക്കാറുണ്ട്. എന്നാൽ അതുകൊണ്ട് ചില എഴുത്തിൻ്റെ ലോകം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കുകയായിരുന്നു, സിസ്റ്ററിൻ്റെ ഓരോ ലേഖനങ്ങൾ വായിക്കുമ്പോൾ അതിനകത്ത് പോലും തീയുടെ ഒരു സ്പർശനം അനുഭവിക്കാറുണ്ട് ഈ തൂലികയിൽ കൂടെ. അപ്പോൾ ഇത്തരണത്തിൽ ചില ഭീഷണികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? തീർച്ചയായും ഒരുപാട് പേർ അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. ചില മാസികകൾ എൻ്റെ ലേഖനങ്ങൾ ഇടാൻ തയ്യാറാകാതിരുന്നിട്ടുണ്ട്. എനിക്ക് ആ ഒരു ഭാരമായിട്ട് തോന്നിയിട്ടില്ല. കാരണം ദൈവം എന്നോട് പറഞ്ഞ ദൂത് ഒരു മാസികക്കാർ വേണ്ടെന്ന് വെച്ചാൽ വേറൊരു മാസികക്കാരിടും. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ദുഃഖിക്കുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു അവസ്ഥ, ഇങ്ങനെ ഭീഷണികളും തടസ്സങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ എങ്ങനെയാണ് അതിനെ അതിജീവിക്കുന്നത്? എൻ്റെ പ്രാർത്ഥനാമുറി എനിക്കുണ്ടല്ലോ. പ്രാർത്ഥനാമുറിയിൽ മാറാത്ത ഒരു സാഹചര്യങ്ങളുമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു വരുന്ന കാര്യം, നിങ്ങൾ മീഡിയ ഇന്ന് ഒരുപാട് ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. ടെലിവിഷൻ, തൂലിക മിഷൻ പോലെയുള്ള ഇങ്ങനെയുള്ള സംഘടനകൾ, പിന്നെ മറ്റ് പത്രമാധ്യമങ്ങളെല്ലാം മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെ ഈ ഇൻ്റർനെറ്റിനകത്തുള്ള ഒരുപാട് ഉപയോഗം നമ്മുടെ കുഞ്ഞുങ്ങൾ നടത്തുമ്പോൾ അവരെ ബോധവൽക്കരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിക്കുക. നെറ്റ് വഴി എന്തെല്ലാം കാര്യങ്ങൾ ആത്മീക ഉത്തേജനത്തിനും വേദപുസ്തക അടിസ്ഥാന സത്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇപ്പോഴുള്ള വിശ്വാസികളുടെ അകത്ത് കയറാൻ നിങ്ങൾക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്യുക. അതുകൂടാതെ തന്നെ നമുക്ക് സഹോദരിമാരെ ശക്തരാക്കാൻ വേണ്ടി നമുക്ക് ബോധവൽക്കരണ ക്ലാസ്സുകളോ സെമിനാറുകളോ ബൈബിൾ ക്ലാസ്സുകളോ പേഴ്സണൽ ഇവാഞ്ചലിസമോ ഒക്കെ നമുക്ക് ചെയ്യാം. ചില തകർന്നു കിടക്കുന്ന ചില വ്യക്തികളെ നേരിൽ കണ്ട് അവരോട് സുവിശേഷ സത്യങ്ങൾ പറയാനും, ചിലപ്പോൾ ഞാൻ ചിന്തിക്കുന്നൊരു കാര്യം, വിവാഹമോചനത്തിന് വേണ്ടിയൊക്കെ തയ്യാറാകുന്ന
അനേക സഹോദരിമാർ നമ്മുടെ നടുവിലുണ്ട്. പക്ഷേ അവരോടൊന്നും ആരും ഫ്രീ ആയി കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടാകില്ല. അവരെ ഒരു ക്രിസ്തീയ വനിത എന്നുള്ള നിലയിൽ പല കാര്യങ്ങളിലും ക്ഷമിക്കാനും സഹിഷ്ണുതയോടെ നിൽക്കാനും പഠിപ്പിക്കേണ്ടത് നമ്മളെപ്പോലുള്ളവരുടെ ഉത്തരവാദിത്തമാണ്. ഒരു കുടുംബങ്ങളും 100% പെർഫെക്റ്റ് അല്ല. എല്ലാ കുടുംബങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതിനകത്ത് ദൈവവചനത്തിൻ്റെ മാന്യതയ്ക്കൊത്തവണ്ണം ഒരു ജീവിതം നയിക്കാൻ സഹോദരിമാരെ പ്രാപ്തരാക്കാൻ നമുക്ക് കഴിയണം. അതിന് നമ്മളെപ്പോലുള്ള സഹോദരിമാർ ഇറങ്ങിത്തിരിച്ചാൽ കുറേ കഴിയുമ്പോൾ, ആദ്യകാലങ്ങളിൽ ഇറങ്ങിത്തിരിച്ചവർക്കൊക്കെ പ്രതികരണമുണ്ട്. എന്നാൽ കുറേ കഴിയുമ്പോൾ അതിനകത്ത് ലഭിക്കുന്ന റിസൾട്ട് കാണുമ്പോൾ പലരും നമ്മുടെ കൂടെ കൂടും. അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കും കൂടെ ശ്രദ്ധ ചെലുത്താൻ തൂലിക മിഷനോട് അഭ്യർത്ഥിക്കുകയാണ്. ബോധവൽക്കരണ ക്ലാസ്സുകളോ സെമിനാറുകളോ കോൺഫറൻസുകളോ ഒക്കെ നടത്തി നമുക്ക് സഹോദരിമാരുടെ ഇടയിൽ, ആത്മീയ സഹോദരിമാരുടെ മാത്രമല്ല പുറത്തുള്ള സഹോദരിമാരുടെ അകത്തേക്കും ഈ ദൈവവചന സത്യങ്ങൾ ഇറങ്ങിച്ചെന്ന് അവർ ദൈവഭയത്തിൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവൻ നയിക്കാൻ തയ്യാറാകുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിന് ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഞാൻ നിങ്ങളോടൊപ്പം സഹകരിക്കാൻ തയ്യാറാകും. സിസ്റ്റർ, ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാനൊരു ക്ലിപ്പ് കാണാനിടയായി തീർന്നു. അതിനകത്തൊരു പ്രസക്തമായ ഒരു വിഷയം, അല്ലെങ്കിൽ അതിൻ്റെ പ്രസക്ത ഭാഗം എന്ന് പറയുന്നത് ഇപ്രകാരം ഒരു അഭിഷിക്തൻ പറയുകയുണ്ടായി: കട്ടിളപ്പടിയിന്മേൽ കുഞ്ഞാടിൻ്റെ രക്തം ഉണ്ടെങ്കിൽ അതിനകത്ത് പെൺവാണിഭം നടന്നാലും പ്രശ്നങ്ങളൊന്നുമില്ല. ഇത്തരം പഠിപ്പിക്കലുകൾ അല്ലെങ്കിൽ ഇത്തരം സംസാരങ്ങൾ മീഡിയയിൽ കൂടെ പുറലോകം അറിയുകയും ക്രൈസ്തവ സമൂഹത്തിലെ കുഞ്ഞുങ്ങൾ ഇത് കാണുകയും വളർന്നു വരുന്ന യുവതലമുറ ഇത് കേൾക്കുകയും ചെയ്യുമ്പോൾ എന്ത് തെറ്റിനും ലൈസൻസ് ഓൾറെഡി ഉണ്ട് ക്രൈസ്തവരുടെ ഇടയ്ക്ക്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് പെന്തക്കോസ്ത് സമൂഹത്തിൽ തെറ്റുകൾക്ക് ഒരു ലൈസൻസ് ഉണ്ട് എന്നൊരു ധാരണ കടന്നുകൂടുന്നു. അതേക്കുറിച്ചുള്ള അഭിപ്രായം? ഞാൻ അതിൻ്റെ മറുപടി പല ഭാഗത്തൂടെ ഞാൻ കടന്നു വന്നുവെങ്കിലും നമ്മൾ അങ്ങനെ ആ പറഞ്ഞ കാര്യം, കുഞ്ഞാടിൻ്റെ രക്തം തളിച്ചിട്ടുണ്ടെങ്കിൽ പെൺവാണിഭം അകത്ത് നടത്താമെന്ന് പ്രസംഗിക്കുന്നവരുണ്ടെങ്കിൽ അവർ വേദപുസ്തകം മുഴുവൻ ചുമക്കാൻ അവർ യോഗ്യരല്ല. ചില വാക്യങ്ങൾ അതിനകത്ത് കട്ട് ചെയ്യേണ്ടി വരും. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ, അവൻ്റെ കണ്ണുകൾക്ക് മുമ്പിലൊന്നും മറഞ്ഞിരിപ്പില്ല. അതുകൊണ്ട് ഭയത്തോടെ പ്രവാസകാലം കഴിപ്പീനെന്നാണ് അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്. നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കാൻ അല്ലെങ്കിൽ പറയേണ്ട കാര്യമില്ലല്ലോ. എങ്ങനെയും ജീവിക്കാവുന്ന ഒരു സ്ഥലമല്ല ദൈവസഭ. ആദ്യകാലങ്ങളിലെ വിശുദ്ധന്മാർ എങ്ങനെയും ജീവിച്ചെങ്കിൽ ഇന്ന് പ്രസ്ഥാനങ്ങൾ വളരത്തില്ലായിരുന്നു. ആർക്കും ഒരു അനുഗ്രഹവും നന്മയും ലഭിക്കുകയില്ല. ഞാൻ പറയട്ടെ, നന്മയല്ല ദൈവത്തിൻ്റെ അനുഗ്രഹം. ചിലർ വിചാരിക്കുന്നത് ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം മാത്രമാണ് നന്മ. അല്ല. എന്നാൽ ഏറ്റവും പ്രധാനമായ വിഷയം ലോകത്തിൽ ലഭിക്കുന്ന ഭൗതിക അനുഗ്രഹങ്ങളല്ല വലുത്. അതിനേക്കാൾ വലുത് ദൈവം നമ്മിൽ പ്രസാദിച്ചു എന്നുള്ളതാണ്. ദൈവം നമ്മിൽ പ്രസാദിക്കുന്നില്ലെങ്കിൽ നമുക്ക് എത്ര നന്മ ലഭിച്ചാലും നിത്യത നാം അവകാശമാക്കില്ല. ഇവിടെ പ്രസംഗിച്ചാൽ പണം ലഭിക്കും. ശിമോൻ പണം കൊടുത്ത് അധികാരം മേടിച്ചെടുക്കാൻ തുനിഞ്ഞതുപോലെ ഇന്നും പണം ഇറക്കി എന്തും പറയാമെന്നുള്ളൊരു കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഈ സുവിശേഷകരെ കൃപായുഗമായതുകൊണ്ട് പെട്ടെന്ന് കർത്താവ് അടിക്കത്തില്ല, ശിക്ഷിക്കുന്നില്ല. അതുകൊണ്ട് നാവിന് ലൈസൻസ് കൊടുത്ത് എന്തും പ്രസംഗിക്കുന്ന പാപമാണ്. നമ്മളെ 24 മണിക്കൂറും കാണുന്ന അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളുടെ മുൻപിൽ നമ്മുടെ ജീവിതം വിശുദ്ധിയിലും വേർപാടിലും ഭയത്തോടെയും കഴിക്കാൻ ദൈവവചനം നമ്മെ ഉപദേശിക്കുമ്പോൾ അവരുടെ ഇഷ്ടത്തിന് വചനത്തെ വളച്ചൊടിക്കാൻ അവർ തയ്യാറാകുന്നെങ്കിൽ അവർ പ്രസംഗിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ അവരിൽ ദൈവാത്മാവ് മാറി നിൽക്കുകയാണ്. അവർക്കെന്തും പറഞ്ഞ് ഫലിപ്പിക്കാം. ജനം വിഡ്ഢികളായതുകൊണ്ട് ചിലപ്പോൾ മിണ്ടാതിരുന്നെന്ന് വരാം. പ്രതികരിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ വീണ്ടും അവരത് പ്രസംഗിച്ചില്ലെന്ന് വരാം. എന്നാൽ പെൺവാണിഭം നടക്കുന്നത് അവിശ്വാസികളുടെ ഇടയിൽ പോലും തെറ്റാണെന്ന് വളരെ നന്നായി അറിയുന്ന ഈ കാലഘട്ടത്തിൽ, പണ്ടും അങ്ങനെ തന്നെ, അവിശ്വാസികളുടെ ഇടയിൽ വലിയ തെറ്റായി കാണുന്ന കാലഘട്ടത്തിൽ വിശ്വാസികളെന്നും വിശുദ്ധന്മാരെന്നും വേർപെട്ടവരെന്നും അഭിമാനിക്കുന്നവർ ഈ പാപം ചെയ്താലോ വേലി തന്നെ വിളവ് തിന്നുന്നത് പോലെയല്ലേ? അതിന് ഒരിക്കലും ദൈവസന്നിധിയിൽ ഒരു നമുക്ക് എന്തെങ്കിലും പറഞ്ഞു, ഇത്ര വലിയൊരു സംവാദം അല്ല, ഇത്ര വലിയ ഒരു വിഷയം കേരളത്തിൽ സംഭവിച്ചിട്ട് ഇപ്പോഴും നമ്മുടെ പ്രമുഖ നേതൃത്വങ്ങൾ മിണ്ടാതിരിക്കുകയാണ്. ഇങ്ങനെ എല്ലാത്തിനും പ്രതികരിക്കേണ്ട എന്ന് പറഞ്ഞവർ മൗനമായിരിക്കുന്നത് അവർക്ക് നല്ലതല്ല. പക്ഷെ നാം അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് നോക്കാം. ആരും പ്രതികരിച്ചില്ലെങ്കിലും ദൈവവചന സത്യങ്ങൾക്ക് വേണ്ടി നാം നിൽക്കാൻ തയ്യാറാകണം. തെറ്റായ പഠിപ്പിക്കലുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായും മരിക്കേണ്ടി വന്നാലും ഞാൻ പ്രതികരിക്കും. ദൈവവചന സത്യങ്ങൾക്ക് വേണ്ടി നാം നിൽക്കാൻ തയ്യാറാകുമ്പോൾ തന്നെ നാം ഉൾപ്പെട്ട് നിൽക്കുന്ന എപ്പോഴും ഒരു നേതൃത്വത്തിന് കീഴിലാണ്. അപ്പോൾ ഈ നേതൃത്വം മിണ്ടാതിരിക്കുമ്പോൾ പബ്ലിക് അല്ലെങ്കിൽ സമൂഹം വിചാരിക്കുന്നത് അവരൊരിക്കലും ഇതിനോട് പ്രതികരിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ ഇതിനെതിരെ ആക്ഷൻസ് എടുക്കുന്നില്ല. അപ്പോൾ ഇവരുടെ ഒരു കുത്തക എപ്പോഴും, അല്ലെങ്കിൽ ഇവരുടെ ഒരു മേൽക്കോയ്മ എപ്പോഴും നിലനിൽക്കുന്നതായിട്ട് കാണുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അനേക ടോക്ക് ഷോസുകൾ നടന്നു, അതുപോലെ തന്നെ സംവാദങ്ങൾ നടന്നു. ഇവിടെ ഒന്നും യഥാർത്ഥ മൂല്യത്തിന് വേണ്ടി നിലനിന്ന ദൈവഭക്തന്മാർക്ക്
അതിനനുസരിച്ച് വളരുവാൻ അല്ലെങ്കിൽ അതിൽ പ്രസൻറ്റ് ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല. മറിച്ച് ഈ തെറ്റായ ഈ ഉപദേശം പഠിപ്പിക്കുന്നവരും പഠിപ്പിച്ചവരും അവർ ജയത്തോടെ ഉല്ലാസത്തോടെ ഒരു മടങ്ങിപ്പോകുന്നൊരു കാഴ്ചയാണ് കണ്ടത്. ഞാനതിൻ്റെ മറുപടി പറഞ്ഞാൽ, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാൽ, ന്യായവിധി ദിവസത്തിൽ നാം ഓരോരുത്തൻ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നമ്മെ ന്യായവിധിക്ക് വേണ്ടി വിളിക്കുമ്പോൾ ഒരു നേതൃത്വത്തെ നമ്മുടെ കൂടെ വിളിക്കില്ല. നമുക്ക് ഈ ഭൂമിയിൽ അനുസരിക്കാനുള്ള സ്വർഗത്തിലെ ഭരണഘടന നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. അത് പഠിക്കുകയും അതിനനുസരിച്ച് ജീവിക്കാൻ തയ്യാറായി വ്യക്തിപരമായ ഒരു ആത്മീയ ജീവിതം നയിക്കുക എന്നുള്ളതല്ലാതെ നേതൃത്വങ്ങളെ നന്നായിട്ട് നമുക്കൊരിക്കലും ആത്മീയ ക്രിസ്തീയ ജീവിതം തികച്ചും വ്യക്തിപരമായ ഒരു അനുഭവത്തിൽ കൂടെ നടത്തണമെന്നാണ് സിസ്റ്റർ. തീർച്ചയായിട്ടും എത്ര വലിയ നേതൃത്വങ്ങൾ പറഞ്ഞാലും ഇന്ന് നാം ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന നമ്മുടെ നേതൃത്വങ്ങൾ പോലും നാളെ വേദപുസ്തകത്തിന് സത്യത്തിനെതിരെ പറഞ്ഞാൽ അതിനെ എതിർക്കാൻ തയ്യാറാകുന്നവരാണ് ആത്മീകർ. അവർ പൊതുവേദിയിൽ ചിലപ്പോൾ അത് പറഞ്ഞില്ലെങ്കിലും അവരുടെ ഹൃദയത്തിൽ അവർ പറയും, ഇല്ല, ഞാനത് അംഗീകരിക്കുന്നില്ല. അങ്ങനെ ഒരു കൂട്ടത്തെയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരെ നോക്കാതെ വ്യക്തിപരമായി വചനം പഠിക്കുകയും അതിനനുസരിച്ചൊരു ജീവിതം. കർത്താവായ യേശുക്രിസ്തുവിനെ നാം എടുത്തു പഠിച്ചു കഴിഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലയളവിൽ അദ്ദേഹം തെറ്റ് എന്നുള്ള കാര്യങ്ങൾ തെറ്റായിട്ട് തന്നെ വിളിച്ചു പറഞ്ഞു. ആലയത്തിൽ കടന്നു വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും ഒക്കെ പുറത്താക്കിയായിട്ട് നാം കണ്ടു. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് നമ്മുടെ നേതൃത്വം ഈ ഭയത്തെ കാണുന്നു, അല്ലെ ഭയപ്പാടോട് ഇതിനെ കാണുന്നു? തീർച്ചയായിട്ടും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ആ നേതൃത്വ പാഠവം നമ്മുടെ ലീഡർഷിപ്പിലേക്ക് കടന്നു വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിനകത്ത് വളരെ ഒരു ചേഞ്ചസ്, അല്ലെ ക്രൈസ്തവ സമൂഹത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾക്ക് അത് കാരണമായി തീരും. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയെ നേതൃത്വങ്ങളുടെ ശുശ്രൂഷയോട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം യേശുക്രിസ്തു ഭൂമിയിൽ വന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്യുമ്പോഴും അദ്ദേഹത്തിൻ്റെ ടാർഗറ്റ് ക്രൂശാണ്. തന്നെ ഏൽപ്പിച്ച ദൗത്യം ക്രൂശിലൂടെ മാത്രമേ നിവർത്തിക്കപ്പെടുകയുള്ളൂ എന്ന് അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ശുശ്രൂഷ ചെയ്യുന്നത്. തൻ്റെ അവസാനം ഇങ്ങനെയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. ഇപ്പോഴുള്ള നേതൃത്വങ്ങൾക്ക് അങ്ങനെ അവരുടെ അവസാനത്തെക്കുറിച്ച് അറിയില്ലല്ലോ. മനുഷ്യനെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം അവർ നയിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർ ദൈവത്തോട് കണക്ക് പറയട്ടെ. അല്ല, ഞാൻ എൻ്റെ വ്യക്തിപരമായ ആത്മീയ ജീവിതത്തിൽ എങ്ങനെ മാറ്റം വരുത്തണം എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. എനിക്ക് സംശയം വന്നാൽ ഞാൻ കടക്കേണ്ടത് പ്രാർത്ഥനാമുറിയിൽ വചനവുമായി കടക്കുക. എൻ്റെ ആത്മീയ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ ദൈവം വരുത്തട്ടെ. അങ്ങനെ എനിക്കൊരു ക്രിസ്ത്യ ജീവിതം നയിക്കുക എന്നുള്ളതല്ലാതെ എല്ലാവരെയും നന്നാക്കാൻ സാധിക്കില്ല. പണ്ട് ഒരു ദേവദാസൻ പറഞ്ഞതുപോലെ, ലോകം മുഴുവൻ കാർപ്പറ്റ് ഇടുന്നതിനേക്കാൾ നല്ലത് നാം ഒരു നല്ല ചെരുപ്പ് വാങ്ങിയിടുന്നതാണ്. അതുകൊണ്ട് നമുക്ക് നന്നാകാൻ ശ്രമിക്കാം. മറ്റുള്ളവരാരും നമ്മളെ പ്രോത്സാഹിപ്പിച്ചെന്നോ സത്യം തിരിച്ചറിഞ്ഞാലും നമുക്ക് വേണ്ടി കൂടെ നിന്നെന്നോ നാം ഒരു പോരാട്ടത്തിൽ വന്നാൽ നമ്മുടെ കൂടെ ആരും നിൽക്കുമെന്ന് നാം കാണരുത്. ഇവരെല്ലാം നമുക്ക് എതിരായി നിൽക്കുമെന്ന് കണ്ടുകൊണ്ട് ദൈവാത്മാവിൽ നിന്ന ഏലിയാവിനെ പോലെ ആഹാബിൻ്റെ മുഖം നോക്കാതെ ദൂത് പറയാൻ നിന്ന ഏലിയാവിൻ്റെ ആത്മാവിൽ ചിലത് ചെയ്യാൻ തയ്യാറാകണം. അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും. ഞാൻ വിശ്വസിക്കുന്നു സഹോദരിമാരുടെ അകത്തും ദൈവം അങ്ങനെ ഒരു പ്രത്യേക നിയോഗം കൊടുത്താൽ ഏലിയാവിനെ പോലെ ഏതുന്നതൻ്റെ മുമ്പിൽ ചെന്നും ഒരു ദൂത് പറയാൻ നിയോഗം ലഭിച്ചാൽ അവർ ധൈര്യപ്പെടണം. അവർ അതിനുവേണ്ടി ദൈവമാണ് കൂടെ നിൽക്കുന്നതെന്നുള്ള ബോധ്യത്തിൽ അവർ ചെന്ന് പറയാം. അവർ കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ ചെയ്യട്ടെ. ആഹാബ് മാനസാന്തരപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഏലിയാവിനെ ഏൽപ്പിച്ച ഡ്യൂട്ടി ഏലിയാവ് ചെയ്തു എന്നുള്ളതാണ്. നാളെ ദൈവവും ആഹാബും തമ്മിലുള്ള കാര്യം അവർ തീർക്കും. എന്നാൽ നിന്നോട് ഞാൻ പറഞ്ഞത് ചെയ്തു എന്നുള്ള ചോദ്യത്തിൻ്റെ മുൻപിൽ നമുക്ക് പ്രതികരിക്കാൻ തയ്യാറാകാം. പല കാര്യങ്ങളും കാണുമ്പോൾ മൗനമായിരിക്കുന്നതിനേക്കാൾ നല്ലത് ചിലതിലൊക്കെ എഴുതാൻ പറ്റുമെങ്കിൽ എഴുത്തിലൂടെ പ്രതികരിക്കാം, പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞ് പ്രതികരിക്കാം. ഏത് നിലയിലും കർത്താവിന് വേണ്ടി നമുക്ക് ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കാൻ ദൈവം നമ്മളെ സഹായിക്കും. സിസ്റ്റർ ഷീലയ്ക്ക് തൂലിക ടിവിയുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എനിക്കിങ്ങനെ ഒരു അവസരം തന്ന തൂലിക കുടുംബാംഗങ്ങളോട് എനിക്ക് പ്രത്യേകമായ നന്ദിയുണ്ട്. അവരെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ മീഡിയ അനേകർക്കിത് പ്രയോജനമായി തീരുവാനും അനേകരെ നിത്യതയിലേക്ക് എത്തിക്കുവാനും ഉതകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഞാനും പങ്കുചേരുന്നു. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തൂലിക മിഷനോട് ചേർന്ന് ചെയ്യുവാൻ ഞാനും ആഗ്രഹിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനാ മുറികൾ സജീവമാകണം. നാം വിരിക്കപ്പെട്ട ഒരു പായ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളുടെ പരിഹാരം അവിടെ കണ്ടെത്താൻ കഴിയും. ദൈവവുമായി വ്യക്തിപരമായ ഒരു ബന്ധം പുലർത്തി പാപത്തിൽ നിന്നും വിവിധ ദുരുപദേശങ്ങളിൽ നിന്നും പുറത്തു വന്ന് ആത്മീകമായി പ്രയോജനമുള്ളൊരു തലമുറയെ നമ്മുടെ വീടുകളിൽ വാർത്തെടുക്കുവാൻ നാം തയ്യാറാകണം. ഇന്ന് ഏറ്റവും കൂടുതൽ പാപം സ്വാധീനിക്കുന്നത് തലമുറകളെയാണ്.
വേദപുസ്തകം നാം ശ്രദ്ധിച്ചു പഠിച്ചാൽ ഏറിയ വർഷങ്ങളിലെ പ്രാർത്ഥനയുടെ മറുപടിയായി സഖരിയാവിനും എലിശബത്തിനും ലഭിച്ച യോഹന്നാൻ സ്നാപകൻ കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിന് മുന്നോടിയായിരുന്നു. അതിൻ്റെ പിൻപിൽ മുഴുവൻ പ്രാർത്ഥന കിടക്കുകയാണ്. അതുകൊണ്ട് ലഭിച്ച തലമുറ എന്ത് പ്രത്യേകതയുള്ളതായിരുന്നു. അകത്തു വെച്ച് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ച് പുറത്തു വന്ന അനുഗ്രഹിക്കപ്പെട്ട തലമുറ ലോകത്തെ സ്വാധീനിച്ചു. ഒരു വേള തല അറുത്ത പാത്രത്തിൽ വെക്കേണ്ടി വന്നാലും ലഭിച്ച ജീവിതകാലം ക്രിസ്തുവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി വീറോടെ നിൽക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട തലമുറ ആ കുടുംബത്തിൽ നിന്ന് പുറത്തു വന്നു. ഞാൻ വിശ്വസിക്കുന്നത് പറയാം, ഇന്നും അങ്ങനെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് മുന്നോടികളായി കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ പ്രഘോഷിക്കുന്ന ചില അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തു വരാനുണ്ട്. അവരെ വാർത്തെടുക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് സഹോദരിമാരോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത് ലഭിക്കുന്ന പ്രാർത്ഥനയും നിങ്ങൾ വചനം ശ്രദ്ധയോടെ പഠിക്കുകയും ചെയ്ത് നിങ്ങളുടെ തലമുറകൾക്ക് ഉപദേശിച്ചു കൊടുത്താൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉന്നതരായ ആത്മീകരെ നമ്മുടെ അകത്തറങ്ങളിൽ വാർത്തെടുക്കാൻ ദൈവം നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ലഭിക്കുന്ന അവസരങ്ങൾ ദുരുപദേശങ്ങളിൽ നിന്ന് മാറിയിരുന്ന് ദൈവവചന സത്യങ്ങൾക്ക് വേണ്ടി വില മുടക്കി മുൻപോട്ട് പോകാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. അതിന് പ്രേക്ഷകരെ ഓരോരുത്തരെയും ദൈവം ഇടയാക്കട്ടെ എന്നുള്ള ആശംസയോടെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സിസ്റ്റർ ഷീല ഇപ്രകാരം തൂലിക ടിവിയുടെ ഫേസ് ടു ഫേസ് പ്രോഗ്രാമിലേക്ക് കടന്നു വരുവാനും നല്ല സന്ദേശങ്ങൾ, അതുപോലെ തന്നെ സിസ്റ്ററിൻ്റെ വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിലും തീർച്ചയായിട്ടും തൂലിക ടിവിയുടെ നാമത്തിലുള്ള നന്ദി അറിയിക്കും.